സർക്കാർ ഓഫീസിലെ ഒരു സാധാരണ ക്ലർക്കായിരുന്നു രാഘവൻ നായർ. അദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമായിരുന്നു. വലിയ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ തറവാട് മഹിമയോ ഒന്നും തന്നെ അദ്ദേഹത്തിനില്ലായിരുന്നു. തൻ്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം എപ്പോഴും പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തിയിരുന്നു. ഓരോ ദിവസവും ഓഫീസിലെ കഠിനമായ ജോലികൾക്കിടയിൽ നിന്ന് ക്ഷീണിതനായാണ് മടങ്ങുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും ഒരേ വഴിയിൽ കൂടിയാണ് വീട്ടിലേക്ക് നടന്നു പോകുന്നത്. പ്രകൃതി ഭംഗി നിറഞ്ഞ ഗ്രാമത്തിൻ്റെ റോഡുകളിൽ കൂടി അദ്ദേഹം തണുത്ത കാറ്റേറ്റ് നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു ആശ്വാസം തോന്നും. എന്നാൽ അദ്ദേഹം നടന്നു വരുന്ന വഴിയിലെ കടത്തിണ്ണയിൽ ഒരു മൂലയിൽ ഒരു 12കാരൻ പയ്യനിരിക്കുന്നത് അദ്ദേഹം കാണാറുണ്ട്. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും അഴുക്കുപുരണ്ട ശരീരവും വിശന്നൊട്ടിയ വയറുമായിരുന്നു ആ അനാഥക്കുട്ടി അവിടെ ഇരിക്കുന്നത് അദ്ദേഹം കാണുമായിരുന്നു. അവൻ്റെ മുഖത്തെ നിഷ്കളങ്കത ഏത് കഠിനഹൃദയനെയും മയക്കുമായിരുന്നു. രാഘവൻ നായർ അവൻ്റെ അടുത്ത് എത്തുമ്പോൾ അവൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ രാഘവൻ നായർ അറിയാതെ മക്കളെ ഓർത്തുപോകും. അദ്ദേഹം അടുത്തെത്തുമ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. "ചേട്ടാ, വിശന്നു പൊരിയുന്നു. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. വല്ലതും തരണേ." ഇത് കേൾക്കുമ്പോൾ രാഘവൻ നായർക്ക് വല്ലാത്ത വിഷമം തോന്നും. അദ്ദേഹം ദിവസവും എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. അവധി ദിവസങ്ങൾ രാഘവൻ നായർ കുടുംബത്തിനു വേണ്ടി ചിലവഴിക്കാറാണ് പതിവ്. അങ്ങനെ ഒരു അവധി ദിവസം അദ്ദേഹം ഭാര്യ വനജയുമൊത്ത് വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയി. അവർ പോയത് രാഘവൻ നായർ എന്നും പോകാറുള്ള സ്ഥലത്തു കൂടിയായിരുന്നു. അപ്പോൾ ഈ കുട്ടി രാഘവൻ നായരുടെ പിറകെ ഓടിച്ചെന്ന് പറഞ്ഞു, "ചേട്ടാ, വിശക്കുന്നു, വല്ലതും തരണേ" എന്ന്. രാഘവൻ നായർ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ പോയപ്പോൾ അത് തടഞ്ഞുകൊണ്ട് ഭാര്യ പറഞ്ഞു, "അരുത്, ഭിക്ഷ കൊടുക്കരുത്. ഇവനിങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരുന്നാൽ ഇവൻ മടിയനാകും. അതുകൊണ്ട് ഭിക്ഷ കൊടുത്ത് ഇവനെ മടിയനാക്കരുത്." അത് കേട്ടപ്പോൾ ആ കുട്ടി വല്ലാതെ ഭയന്നുപോയി. അവൻ കൈ പെട്ടെന്ന് പിറകോട്ട് മാറ്റി. എന്നിട്ട് വനജയുടെ ഗൗരവമുള്ള മുഖത്തേക്ക് പേടിയോടെ നോക്കി. എന്നിട്ട് ഭയത്തോടെ പറഞ്ഞു, "അമ്മേ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ പേര് മാധവ് എന്നാണ്. അച്ഛനും അമ്മയും മരിച്ചുപോയി. ഒരനാഥനാണ് ഞാൻ. വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടുന്നത്." ഇത് കേട്ട് വനജ തൻ്റെ ബാഗ് തുറന്ന് 1000 രൂപയെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. "ഈ പൈസ കൊണ്ട് നിന്നെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും നീ കണ്ടുപിടിച്ച് ചെയ്യണം. ഇനി നീ ആരോടും ഭിക്ഷ ചോദിക്കരുത്." അതിനുശേഷം രാഘവൻ നായരും ഭാര്യയും അവിടെ നിന്ന് പോയി. മാധവ് പൈസ കയ്യിൽ വച്ച് കുറച്ചു നേരം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു നിന്നു. അവനെക്കൊണ്ട് എന്ത് ജോലിയാണ് ചെയ്യാൻ കഴിയുക എന്നായിരുന്നു ആലോചിച്ചത്. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ കുറച്ചു ദൂരെയായി ഒരു ആൾക്കൂട്ടം കണ്ടു. അതെന്താണെന്ന് നോക്കാൻ വേണ്ടി മാധവ് അങ്ങോട്ട് ചെന്നു. അവിടെ വയസ്സായ ഒരു ചായ കച്ചവടം നടത്തുകയായിരുന്നു. ചായ കുടിക്കുവാനാണ് ഈ ആൾക്കൂട്ടം. അവനും ഒരു ചായ വാങ്ങി കുടിച്ചു. നല്ല രുചിയുണ്ട്. ഈ അപ്പൂപ്പൻ എങ്ങനെയാണ് ചായ ഇടുക എന്നറിയണം. അതിനുവേണ്ടി അവൻ അവിടെ കാത്തിരുന്നു. ആൾക്കാരെല്ലാം പോയതിനു ശേഷം അവൻ അപ്പൂപ്പൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, "അപ്പൂപ്പ, അങ്ങ് എങ്ങനെയാണ് ഈ ചായ ഇത്ര മനോഹരമായി ഉണ്ടാക്കുന്നത്? നല്ല രുചിയുണ്ട്." അപ്പൂപ്പൻ അവന് ചായ ഇടേണ്ട വിധവും അതിലെന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നൊക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്കും ഇതുപോലെ ചായ ഉണ്ടാക്കി കൊടുത്തുകൂടാ? അവൻ തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസയിൽ ഒന്ന് തൊട്ടു. അവൻ നേരെ ഒരു കടയിൽ ചെന്ന് പാലും ചായപ്പൊടിയും മറ്റു സാധനങ്ങളും ഒരു പഴയ സ്റ്റവും വാങ്ങി. അപ്പോൾ തന്നെ അവൻ്റെ കയ്യിലിരുന്ന പൈസയെല്ലാം തീർന്നിരുന്നു. അവൻ പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് തിരക്കുള്ള ഒരു സ്ഥലത്ത് ചെന്ന് ചായയുണ്ടാക്കി ആൾക്കാരെ വിളിച്ചു. "നല്ല ചായ, എല്ലാവരും ഒരെണ്ണം വാങ്ങി കുടിച്ചു നോക്കൂ." ഈ ഒരു കുട്ടി ചായ കൊടുക്കുന്ന കൗതുകം കൊണ്ടും സ്നേഹം കൊണ്ടും ആൾക്കാർ ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങി. കുടിച്ചവരെല്ലാം, "ആഹാ, നല്ല ചായ, നല്ല രുചി, ഏലക്കായുടെ നല്ല സുഗന്ധം" ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞു. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം വിറ്റു തീർന്നു. തൻ്റെ വിറ്റുകിട്ടിയ പൈസ കണ്ടപ്പോൾ ആ കൊച്ചു മാധവിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. കാരണം അവൻ ഇത്രയും പൈസ ആദ്യമായി കാണുകയാണ്. അവന് സന്തോഷമായി. പിറ്റേ ദിവസവും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ അവന് മനസ്സിലായി, ഇനി ഭിക്ഷയെടുക്കാതെ സ്വന്തമായി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ജോലി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പണം നമുക്ക് തന്നെ സമ്പാദിക്കാം.